വാവ്, ട്വിന്നിങ് ആണ്. അതെ, രാജുവേട്ടന്റെ സ്റ്റൈലിലാണ് എന്ന് ബൈജു ചേട്ടൻ എത്തിയിരിക്കുന്നത്. അപ്പം എന്താണ് നമ്മുടെ കുടുംബാംഗങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത്? നമസ്കാരം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, E4 എന്റർടൈൻമെന്റ്, ഈ രണ്ട് കമ്പനികളും ചേർന്ന് പിറവി നൽകിയ സിനിമയാണ് ഗുരുവായൂരമ്പലം നടയിൽ. ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്. നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. 10,000 പേരൊക്കെ ഒരു ദിവസം 2 ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഉടനീളം ദിവസവും ഒരു 2000 പേര് ഏതാണ്ട് 30 ദിവസം ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ ഊണ് കൊടുത്തൊരു വഴിയായി. ഇതിന്റെ ഷൂട്ടിങ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വരണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാലും ഞാൻ രാവിലെ വരും. ഞാൻ വിളിച്ചു ചോദിക്കും, റെഡിയെടുത്ത് ചോദിക്കും, രാജു വന്നോ? രാജു വന്നു കഴിഞ്ഞാൽ ഞാനവിടെ എത്തിയാൽ മതി. ഒരു ദിവസം കൂടിപ്പോയാൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഷോട്ട് മാക്സിമം. പക്ഷെ രാവിലെ വരണം, വൈകുന്നേരം 6 മണി വരെ അവിടെ ഇരിക്കണം. ആ സമയങ്ങളിൽ എൻ്റെ ഏറ്റവും വലിയ വിനോദമായിരുന്നു നമ്മുടെ ജഗദീഷ് ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാരവനിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിരിക്കും. മാത്രമല്ല എന്നെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചാളായിട്ട്. പുള്ളി ഇന്റർവ്യൂലൊക്കെ എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ബൈജുവിന്റെ ജസ്റ്റ് സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചാണെന്ന് പറയും, മോഡൽ സ്കൂളിൽ. അങ്ങനെ എന്നെ വിറ്റ് കുറച്ചാളായിട്ട് മിമിക്രിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. പിന്നെ വിപിൻ ദാസിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മുത്തുഗവ് എന്ന് പറയുന്ന സിനിമ. അന്ന് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പക്ഷേ ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ വിപിൻ ദാസിന്റെ ഒരു ഹ്യൂമർ സെൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ഒരു പ്രിയദർശനാണ്, വേണമെങ്കിൽ കുറിച്ച് വെച്ചോ എന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ പറഞ്ഞ വാക്കാണ്. വിപിൻ ദാസ് പറയട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയഞ്ചേട്ടനെ പോലെ ഒരു 103 സിനിമയൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. എങ്കിലും മറ്റൊരു പ്രിയദർശൻ തന്നെയാണ് മലയാളത്തില്, അത് യാതൊരു സംശയമില്ല. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡബിങ് ഏതാണ്ട് മാർച്ച് അവസാനം കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകളുടെ കല്യാണം ഏപ്രിൽ 5-നായിരുന്നു. അപ്പോൾ ബാങ്കിൽ കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 ലക്ഷം രൂപ കൂടുതൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച്, ഇതിപ്പോൾ എന്താ ചെയ്യത്, കിട്ടേണ്ടതിനേക്കാളും 5 ലക്ഷം രൂപ കൂടുതൽ വന്നിരിക്കും. ഇവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയായിരിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നില്ല എന്ത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അയച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ ശരിയാണ്, 5 ലക്ഷം രൂപ കൂടുതൽ അയച്ചേട്ടോ. ഞാൻ സത്യത്തിൽ വിചാരിച്ചെന്ന് പറഞ്ഞു, എൻ്റെ മോളുടെ കല്യാണത്തിന് രാജു ഗിഫ്റ്റ് തന്നായിരിക്കും. പിന്നെയാണ് അറിഞ്ഞത് ഇതൊരു അബദ്ധമാണെന്ന്. എന്തായാലും ഭയങ്കര രസകരമായ ഷൂട്ടിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആൾക്കാരെ ഈ സിനിമയിൽ നമുക്ക് ഒന്നിച്ച് സഹകരിക്കാൻ പറ്റി. രാജു സംവിധാനം ചെയ്യുന്ന എമ്പുരാനിൽ ഞാൻ അഭിനയിച്ചു. ഇനിയും കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. അത് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നടക്കും തോന്നുന്നു. ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരെയും പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജു സംവിധാനം ചെയ്ത സിനിമയിലാണ്. കാരണം ഈ നേരത്തെ ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷെ ഭയങ്കര ഹൈലി പ്രൊഫഷണലിസ്റ്റാണ് ആള്. നമ്മൾ രാവിലെ കറക്റ്റ് സമയത്ത് എന്തെങ്കിലും ഒരു നോട്ടമൊക്കെ ഉണ്ട്, ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ എനിക്ക് സുഖോട്ടന് ഓർമ്മ വരും. സുഖോട്ടൻ്റെ അതേ നോട്ടമാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞാൽ ഈ ഹിറ്റാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല, അത് ഒത്തുവരണം. അതിൻ്റെ എല്ലാ ചേരുവകളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയമാകുന്നത്. ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ വിജയം ആഘോഷിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഗുരുവായൂരമ്പലം നടയിലിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.